ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു സ്കൂൾ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി എൻ്റെ ക്ലീനിങ്ങും അങ്ങനെ വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശ്രീരാമൻ്റെ പാട്ടൊക്കെ ഇട്ട് വിട്ടിട്ടുണ്ട് ടി വിയിൽ. അതുപോലെ തന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്ന് കിച്ചണൊക്കെ രാത്രി തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചായക്കുള്ള വെള്ളം വെച്ച് ചായയൊക്കെ ഒന്ന് വെച്ച് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ച് കുടിക്കുമ്പോൾ തന്നെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ ഉപ്പേരിക്കുള്ളതൊന്ന് നോക്കിയിട്ട് ഒന്ന് വേവിക്കാനിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും ഉപ്പേരിയൊക്കെ ഒന്ന് പാകമായിട്ടുണ്ടാവും. അതിനുശേഷം ഒന്ന് മുതിര കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ മുതിരയൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് പാകമായിട്ടുണ്ടാവും കേട്ടോ. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് വേഗമാകുകയും ചെയ്യുമല്ലോ. അതിനിടയ്ക്ക് തന്നെ ഞാൻ ചോറ് തെർമോ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ ഉപ്പേരി പിള്ളേർ അധികം കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി തനിയെ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി വെക്കണത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി അവർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചത്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അങ്ങനെ പിള്ളേർക്കും ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്ത ഉപ്പേരികൾ ഏതെങ്കിലും വെക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം 2 ഉപ്പേരി വെക്കേണ്ടി വരും കേട്ടോ. അതുപോലെ ഇവർക്ക് ഓയിൽ ഐറ്റംസും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളത് ഹസ്ബൻഡ് അധികം കഴിക്കില്ല. ഹസ്ബൻഡായാലും ഞാനായാലും ഓയിലി ഫുഡ് ഐറ്റംസ് അധികം കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും തനിയെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പതിവ്. അപ്പോൾ പിള്ളേർ ചെറിയ ആൾ ഒട്ടും ചോറ് കൊണ്ടുപോകില്ല സ്കൂളിലോട്ട്. അതുകൊണ്ട് തന്നെ അവനുള്ള ചപ്പാത്തിക്കാണ് കേട്ടോ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണം. അപ്പോൾ വെജിറ്റബിൾ കുറുമ രാവിലെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ വൈകിട്ട് അപ്പത്തിനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ രാവിലെ വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയും ഉണ്ടാക്കിയ പിള്ളേർക്ക് കഴിക്കുകയും ചെയ്യാം, ഇവന് കൊടുത്തയക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയാണ് ഉച്ചക്കിലേക്ക്. അതുപോലെ വഴുതനങ്ങ ഉപ്പേരിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മുതിര കറിയാണ് കേട്ടോ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ഉണ്ടാക്കണേന്നൊക്കെ തലേന്ന് രാത്രി തന്നെ തീരുമാനിച്ച് വെക്കും കേട്ടോ. പിന്നതാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ കിച്ചണിലോട്ട് വന്നതും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മൈൻഡിൽ നമ്മുടെ ഏതാ ആദ്യം ചെയ്യാന്നുള്ള മൈൻഡിൽ നമുക്ക് ഫിക്സഡ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാതെ നമ്മൾ കിടക്കുന്ന ദിവസം എനിക്ക് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പോണ പോലെ, അതുപോലെ കിച്ചണിൽ ഒരുപാട് സമയം പോണ പോലെയും എന്താ ഇപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളത് ആലോചിച്ച് നിൽക്കണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ തലേന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ കഴിയുന്ന പോലെയാണ് തോന്നാറ്. അപ്പോൾ ഞാൻ മുതിരയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഞാൻ അവർക്കുള്ള കാപ്പിയും ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികളും നടക്കുന്നുണ്ട്. ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വലിയ പാത്രങ്ങളൊക്കെ കഴുകാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള വെജിറ്റബിൾ പകുതി കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. പകുതി ഇവർക്ക് കാപ്പിയൊക്കെ കൊടുക്കണം. എൻ്റെ ഇടയിൽ അത് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് ഞാൻ ഇനി അടുത്തത് വെജിറ്റബിൾ കുറുമ വെക്കണം. അതിനിടയിൽ തന്നെ ഞാൻ വൈകിട്ടത്തേനുള്ള അപ്പത്തിനുള്ള മാവും അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്രൈൻഡറിൽ. മിക്സിയിലല്ല ഞാൻ അധികം അരയ്ക്കാറ്, ഗ്രൈൻഡറിൽ തന്നെയാണ് കേട്ടോ അരയ്ക്കാറ്. അതുകൊണ്ട് കുറച്ചധികം അരയ്ക്കാമല്ലോ. അപ്പോൾ 2 ദിവസത്തേക്കാണെങ്കിലും പകുതി മാവ് ഞാൻ ഉപ്പിടാതെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കും. പിന്നെ പകുതി മാവ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാണ് അരയ്ക്കണേ വെച്ചാൽ പിന്നെ പിറ്റേന്ന് രാവിലേക്കും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്തു. പിന്നെ അതിനിടയിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദിവസത്തിൽ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം. പിന്നെ പിറ്റേന്ന് മാവ് അരയ്ക്കേണ്ടി വരില്ല, എടുത്തു വെച്ച മാവ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇതപ്പോൾ വെജിറ്റബിൾ കുറുമ വെക്കാനായിട്ട് ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് ഒഴിച്ച് മാറ്റിയിട്ട് മുതിര വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആദ്യം പോകുന്ന ആൾക്ക് വേഗം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണം, എന്നിട്ട് മുതിരക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരിഞ്ചീരകം അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്പൈസസും പിന്നെ വലിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക്
മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുക കേട്ടോ. ഞാൻ തക്കാളി ഇടാറില്ല വെജിറ്റബിൾ കുറുമയിൽ, ഈ വെജിറ്റബിൾസ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിക്കുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഞാൻ പച്ചമുളകും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പൊട്ടുകടല ആണെങ്കിൽ പൊട്ടുകടല അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ കുറുമ വയ്ക്കാറ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഇങ്ങനെ ഹോട്ടലിലൊക്കെ വെക്കുന്ന പോലത്തെ അതേ ടെക്സ്ചറിൽ അതേ കളറിലും അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ വെജിറ്റബിൾ കുറുമ. ഇവിടെ എല്ലാവർക്കും ഞാൻ വെക്കുന്ന വെജിറ്റബിൾ കുറുമയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പണ്ടൊന്നും നമുക്ക് കുക്ക് ചെയ്യാനൊന്നും വലിയ കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് ഒരുവിധം എല്ലാ കറികളും, പിന്നെ നമുക്കിപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് കറിയാണെങ്കിലും ഏത് സ്റ്റൈലാണെങ്കിൽ നമുക്ക് നോക്കി അറിയാമല്ലോ. ഇപ്പോൾ ഒരുവിധം പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുക്ക് ചെയ്യണ സമയത്ത് ഓരോ പ്രാവശ്യം ഓരോ കുക്ക് ചെയ്യണം ഓരോ കറി വെക്കണ സമയത്തും ഞാൻ അമ്മയ്ക്ക് ഫോൺ വിളിക്കും കേട്ടോ. അമ്മ ഈ കറിയിൽ എന്താ ഇടണ്ടേ, ഈ കറിയിൽ ഏതാ ചെയ്യേണ്ടത്, ഈ കറിയിൽ എന്താ ഇടുക, തേങ്ങ എത്ര ഇടുക. പിന്നെ അതുപോലെ ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കണ സമയത്തൊക്കെ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വേറെ താമസിക്കണൊക്കെ സമയത്ത് നമുക്ക് അങ്ങനെ ഇഡ്ഡലിക്ക് അരയ്ക്കാനോ ഒന്നും അറിയില്ല കേട്ടോ. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഉഴുന്നൊക്കെ പാകം അറിയാണ്ട് അപ്പുറത്തെ വീട്ടിലും ഒക്കെ ഇങ്ങനെ ഉഴുന്ന് ഗ്രൈൻഡറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും കേട്ടോ. ഇത് അരച്ചത് മതിയാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ അളവിൽ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് ഇത്ര ആളാണെങ്കിലും ഇപ്പോൾ ഒരു 10 ആളൊക്കെ ആണെങ്കിലും 15 പേർക്കാണെങ്കിലും കുക്ക് ചെയ്യാനുള്ള ഒരു പാകം നമുക്ക് കിട്ടും. നമുക്ക് കുക്ക് ചെയ്ത് ഇപ്പോൾ എല്ലാ കാര്യം അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ എല്ലാ കാര്യം ചെയ്ത് വരുമ്പോഴാണ് പടിയുള്ളൂ. എന്നിട്ടും ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം കോളാവാറുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം പറയും ഞാൻ ഇന്ന് നന്നായിട്ടില്ലേ കറിയെന്ന്. ഞാൻ ഇന്നാളെ ഒരു ദിവസം ചോദിച്ചപ്പോൾ ഏട്ടൻ പറയുക അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ പണ്ട്, ഇങ്ങനെയൊന്നും വെക്കാൻ അറിയില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു കേട്ടോ. പക്ഷെ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ അവരാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ച് തന്നതെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനിടയിൽ നമ്മുടെ വെജിറ്റബിൾ കുറുമയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് തന്നെ ഞാൻ മുതിര കറി വെക്കാനുള്ള ചീഞ്ചട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ മുതിര കറി വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും ഉലുവയും കരിവേപ്പിലയൊക്കെ താളിച്ച് കൊടുത്തതിന് ശേഷം നിറയെ ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും അതും കൂടി അരച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക. എന്നിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ 2 കറി ഒപ്പമാണ് കേട്ടോ ചെയ്യുന്നത്. സമയമായതുകൊണ്ട് ഓരോ അടുപ്പിലും ഓരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുന്നുണ്ട് 2 ഒരേ സമയത്ത്. അപ്പോൾ വെജിറ്റബിൾ കുറുമ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ വെജിറ്റബിൾ കുറുമ ആയി. അപ്പോൾ ഈ നമ്മൾ മുതിര കറി വെക്കാനായിട്ട് തക്കാളിയും ചെറിയുള്ളിയൊക്കെ അരച്ചതിൻ്റെ കൂടെ നന്നായിട്ട് അതൊന്ന് പച്ചമണം പോയി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം കൂടി ഒന്ന് പോണ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉലുവപ്പൊടിയല്ല പെരിങ്കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ മുതിര വേവിച്ചതും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് തിളപ്പിക്കുക. പിന്നെ കുറച്ച് പുളിയും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പുളിയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മുതിര പുളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ ഫേവറേറ്റ് ആണ് മുതിര പുളി. അതുപോലെ ഇതേ സ്റ്റൈലിൽ നമുക്ക് വെള്ളപ്പയർ, അതുപോലെ മുതിര, വെണ്ടയ്ക്ക, അങ്ങനെ എല്ലാതും നമുക്ക് ഈ വെണ്ടയ്ക്കപ്പുളിയൊക്കെ വെക്കുന്നില്ല, അതൊക്കെ ഈ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ആ കറിയൊക്കെ അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ളൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കുറുമയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അതിൽ മല്ലിയിലയും കൂടി ഇട്ടു. ഇപ്പോൾ നമുക്ക് രാവിലത്തെ കുക്കിംഗ് ഒക്കെ എല്ലാതും ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഇനി ചെറിയ പാത്രത്തിലോട്ടൊക്കെ ഒന്ന് മാറ്റണം, എന്നാലാണ് കൗണ്ടർ ടോപ്പ് ഒന്ന് നമുക്ക് ഒതുങ്ങി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പാത്രവും കൂടി വലിയ ഇതായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷെയ്ക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഷെയ്ക്കും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം ഇവരെല്ലാവരും പോയിട്ടാണ് കേട്ടോ പിന്നെ അടുത്ത ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ ആവും. ഇവരൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ രാവിലെ നമുക്കൊരു കറക്റ്റ് സ്കൂൾ ടൈമിനുള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്കിംഗ് തീർക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ കുക്കിംഗ് കഴിയുന്ന സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് കഴുകാൻ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ ഒന്ന് എടുത്ത് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം പണികളൊക്കെ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ രാവിലെ അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമേനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഇരുന്ന് കഴിക്കണ സമയം കൊണ്ട് ഞാൻ അവനുള്ള ലഞ്ചും ഇയാൾക്കുള്ള ചോറൊക്കെ ഒന്ന് ആക്കുകയാണ് കേട്ടോ.
വലിയ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും, ചെറിയ ആൾക്ക് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ വാരി കൊടുക്കണം, കുളിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയവർ രണ്ടാളും പോയി കഴിഞ്ഞാലാണ് പിന്നെ എനിക്ക് ചെറിയ ആളെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് ചോറും ഇപ്പോൾ കറിയൊക്കെ റെഡിയായി. പിന്നെ എന്താ കൊണ്ടുപോയെന്ന് വെച്ചാൽ മോരും ചോറാണ് കേട്ടോ കൊണ്ടുപോയത്. അതാണ് സംഭവം. ഉപ്പേരി കൊണ്ടുപോയി, ചാറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് മോരൊഴിച്ചിട്ട് ചോറും കൊണ്ടുപോയി, 2 ഉപ്പേരിയും കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഇവന് ചപ്പാത്തി തന്നെയാണ്, ചെറിയ ആൾക്ക് അവന് ചപ്പാത്തി ഇഡ്ഡലി തന്നെയാണ് കേട്ടോ മാറി മാറി കൊടുത്തയക്കാറുള്ളൂ. അവൻ ചോറ് അവന് അങ്ങനെ വാരി ഉണ്ണാൻ അറിയില്ല, ഉണ്ണുമില്ല കേട്ടോ. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ അവന് ചോറ് വാരി കൊടുക്കും. വാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫോണോ ടി വിയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ അറിയാതെ കഴിച്ചോളും, അല്ലാതെ സ്കൂളിലോട്ട് അവൻ ചോറ് കൊണ്ടുപോകില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും പോയി, ഇപ്പോൾ എൻ്റെ കഴിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ ഓരോരോ സാധനങ്ങൾ അവൻ പോണ നേരത്ത് കഴിക്കാൻ കൊടുത്തതിൻ്റെ സാധനങ്ങളും ഒക്കെ ഒന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്നെടുത്ത് അതാത് സ്ഥാനത്തൊന്ന് വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ സ്പീഡാക്കി വിടുന്നുണ്ട് കേട്ടോ. പാത്രത്തിലൊക്കെ ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റി കറിയൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. രാത്രിത്തേന് ഇനി അധികം പണിയില്ല, വെജിറ്റബിൾ കുറുമയുണ്ട്, അതുപോലെ അപ്പത്തിന് അരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് കുറച്ച് ഈസി ആയിരിക്കും. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള കറികളും കൂടി രാവിലെ വെക്കണ സമയത്ത് കുറച്ച് ഈസിയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ തലേന്ന് രാത്രി എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണ സമയത്ത് രാവിലത്തേനും കൂടി കുറച്ച് എന്തെങ്കിലും കറി ചേർത്തി വെക്കുകയാണെങ്കിൽ അതും കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ചട്നി ചമ്മന്തിയൊക്കെ അരക്കണേക്കാളും ഇങ്ങനെ കുറുമ ഇഷ്ടു അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 നേരത്തേക്കും കൂടി യൂസ് ചെയ്യാമല്ലോ, അത് കേട് വരില്ല. അപ്പോൾ ചട്നിയൊക്കെ ആണെങ്കിൽ എന്തായാലും തേങ്ങ ഒരു മുറി നമുക്ക് ചിലവാകും അല്ലേ. അപ്പോൾ നമ്മളത് ഇങ്ങനത്തെ കറികൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണി, ഒരു 10 മിനിറ്റ് പണി കൂടുതലാവുന്നേ ഉള്ളൂ. നമുക്ക് 2 നേരത്തേക്ക് യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പണി ലാഭമാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തെ ടിഫിൻ എന്തായാലും രാവിലെയും വൈകിട്ടും ഇവിടെ ടിഫിൻ തന്നെയാണ് കേട്ടോ, പലഹാരം തന്നെയാണ് കഴിക്കാറുള്ളൂ. ചോറ് ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കറികൾ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 നേരത്തേക്കും കൂടി യൂസ് ആവും. ഇപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ കഴുകി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ച ഗ്രൈൻഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഗ്രൈൻഡറൊക്കെ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ ഇടുക, പിന്നെ മടി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പിന്നെ കഴുകണ സമയത്ത് അത് ഇരട്ടി പണിയാവേ ഉള്ളൂ. നമ്മൾ അപ്പം തന്നെ നമ്മൾ മാവ് അരച്ചതും ഗ്രൈൻഡർ കഴുകുകയാണെങ്കിൽ നമുക്ക് കഴുകാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. അല്ലാതെ നമ്മളത് ഉണങ്ങിയിട്ട് ശേഷം കഴുകുകയാണെങ്കിൽ നമുക്ക് കഴുകാനും പാടാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രൈൻഡറിൽ നമ്മൾ മാവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജേംസ് വരാനും ഒക്കെ നമുക്ക് കാണില്ല, പക്ഷെ കാണാത്ത നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മാവ് ആട്ടിയൊക്കെ കഴിഞ്ഞാൽ ഗ്രൈൻഡറൊക്കെ ക്ലീനായിട്ട് വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ള മാവ് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കി മാവ് പുളിക്കാനായിട്ട് പുറത്തും വെച്ചു കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഒരു പാത്രം മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ടും വെക്കും, പിന്നെ രാത്രിത്തേക്കുള്ള മാവ് പുറത്ത് തന്നെ വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകണം. അതുകൂടി കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരുവിധമായി. പിന്നെ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കൂടി വൃത്തിയായി പാത്രങ്ങൾ എടുത്തും കൂടി വെക്കണം കേട്ടോ. അതും കൂടി ഉള്ളൂ നമുക്കിനി പണി. അത് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിടണം, പിന്നെ അടിച്ചു വാരണം കേട്ടോ. തുടയ്ക്കൽ ഞാൻ അധികം ഒരു ദിവസം ഇടവിട്ടിട്ട് അങ്ങനെ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ അധികം തുടയ്ക്കാറ്. രാവിലെ ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഒരുവിധം നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. പിന്നെ ആ നേരത്തെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പണിയൊക്കെ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണ സമയത്ത് അങ്ങനെ മേലും കഴുകുക. അപ്പം നമ്മൾ ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഒന്നും ഞാൻ വേസ്റ്റിൽ കളയാറില്ല കേട്ടോ. ഞാൻ പച്ചക്കറിയൊക്കെ മേലെ ടെറസിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിത്തോലും അതുപോലെ വെജിറ്റബിൾസ് അരിഞ്ഞതൊക്കെ ഞാൻ അവിടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് വളമായിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വേസ്റ്റിൽ പോകാതെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ല, നമുക്ക് തുരുമ്പ് പോലെ വരും. ഇപ്പോൾ പാത്രം കഴുകി വെക്കണം ആ സമയം നേരം തന്നെ നമുക്ക് തുരുമ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കിയിട്ട് എണ്ണ തേച്ച് വെക്കണം കേട്ടോ, എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യണ സമയത്തിനുള്ളിൽ അതില്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തുരുമ്പ് വരുന്ന പോലെ ആവാറുണ്ട് കേട്ടോ. ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്കിത് യൂസ് ചെയ്യണ സമയത്ത് ഇഷ്ടമാണ്, പക്ഷേ അത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യണത് കുറച്ച് എണ്ണ തേച്ച് അങ്ങനെയൊക്കെ ചെയ്യണത് ഒരു ടഫുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കലൊക്കെ കഴിയുന്നുണ്ട്. ഞാൻ സ്പീഡായിട്ട് കേട്ടോ കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത്
വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള ചോറ് വെക്കണം കേട്ടോ. രാവിലെ കുട്ടികൾക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ 7:30 ആകുമ്പോഴത്തേനും മോൾക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ ചോറ് നമ്മൾ വെക്കണം. അപ്പോൾ അത്രയും നേരത്തെ നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും ഉണ്ണാൻ 1 മണി 2 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ചോറൊക്കെ നന്നായിട്ട് തണുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ അവർക്കുള്ള ചോറ് ചിലപ്പോൾ കുക്കറിലോ തെർമൽ കുക്കറിലോ നേരത്തെ വെച്ചതിന് ശേഷം പിന്നെ നമുക്കുള്ള ചോറ് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് കേട്ടോ അടുപ്പത്ത് ഇടാറുള്ളൂ. അപ്പോൾ അവർക്ക് വൈകിട്ട് വന്നിട്ട് കുട്ടികൾ ചോറുണ്ണാണെങ്കിലും അല്ലെങ്കിൽ രാത്രിക്ക് ചോറുണ്ണാണെങ്കിലും ചോറ് ചൂടോടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. സ്കൂൾ തുറന്ന സമയത്തൊക്കെ ഞാൻ ചോറ് ഒന്നിച്ച് വെക്കണ സമയത്ത് പിന്നെ ഏട്ടന് അങ്ങനെ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ടാമതാണ് കേട്ടോ ചോറ് വെക്കണത്. അപ്പോൾ അതൊക്കെ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് അടിച്ചു വാരണം കേട്ടോ. അടിച്ചു വാരണം. വാഷിംഗ് മെഷീനിൽ തുണിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കണത് ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് തുടയ്ക്കാറ്. അടിച്ചു വരാതിരിക്കാൻ എന്തായാലും പറ്റില്ല. എന്താ വെച്ചാൽ രാവിലത്തെ തിരക്കിൽ പിള്ളേർ ഓരോന്നൊക്കെ ഓരോടെ ഇട്ടിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് സോഫയും നിലം ഒക്കെ ഒന്ന് ഏതെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം ഒന്ന് അടിച്ചൊക്കെ വാരി ഇടുകയാണെങ്കിൽ വീടൊക്കെ വൈകുന്നേരം വരെയും ക്ലീൻ ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാറാകുമ്പോൾ ഒന്നുകൂടി അടിച്ചു വരാറാണ് പതിവ്. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും രാവിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരുവിധം രാവിലെ നേരത്തെ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അപ്പോൾ തന്നെ കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തുണികൾ മടക്കാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ മടക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ മടക്കുമ്പോൾ തന്നെ നമുക്ക് പണി ചെയ്യണ സമയത്ത് ഒരു മടുപ്പ് വരില്ല. നമ്മൾ ഒന്നിച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ ചെയ്യണ്ടേന്ന് നമുക്ക് തോന്നും. അല്ലാതെ നമ്മൾ ഒരു ഉഷാറോടെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അത് നീറ്റായി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കില്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ അല്ലാതെ നമ്മൾ കൂട്ടി വെക്കുന്ന സമയത്ത് നമുക്കത് വലിയ പണിയായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് അതാത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നേക്കും ഒരു വലിയ പണിയായിട്ട് മാറില്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ വീണ്ടും കാണാൻ ആഗ്രഹമുണ്ട്, എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ.